ഓരോ ആരാധകനും തൻ്റെ പ്രിയപ്പെട്ട താരത്തോട് ഒരിക്കലെങ്കിലും ഒരു സ്വാർത്ഥത കാണിക്കും. അയാൾക്ക് വിശ്രമം വേണമെന്നറിയാം, മതിയെന്ന് പറയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നും അറിയാം. എന്നിട്ടും ഇനി ഒരിക്കൽ കൂടി എന്നൊരു പ്രാർത്ഥന മനസ്സിൽ നിന്നും ആയില്ല. നെയ്മർ, 2026 ലോകകപ്പിന് ശേഷം നിന്റെ വാക്കുകൾ കേട്ടപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് സങ്കടമായിരുന്നില്ല, അതൊരു ശൂന്യതയായിരുന്നു. കാരണം നിന്നെക്കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് കിരീടങ്ങളുടെ യാത്രകളായിരുന്നില്ല. പന്ത് നിൻ്റെ കാലുകളിലേക്ക് എത്തുമ്പോൾ ലോകം കുറച്ചു നേരം നിശ്ചലമായിരുന്ന ആ ആനന്ദ നിമിഷങ്ങളായിരുന്നു. ആ സമയങ്ങളിൽ നീ കളിക്കുകയായിരുന്നില്ലല്ലോ, ഫുട്ബോളിനെ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് എഴുതുകയായിരുന്നില്ലേ. അതിനാലാണ് ഇന്നും എനിക്ക് തോന്നുന്നത് നിന്നിൽ നിന്നും ഫുട്ബോളിന് ഈ മുഴുവൻ കഥയും കേട്ടു തീർന്നിട്ടില്ല എന്ന്. നിൻ്റെ യാത്രയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാവർക്കും പരുക്കുകളെക്കുറിച്ച് സംസാരിക്കാനാണ് ഇഷ്ടം. നഷ്ടപ്പെട്ട അവസരങ്ങളെക്കുറിച്ച് അവർ സംസാരിക്കും, പൂർത്തിയാകാതെ പോയ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും. പക്ഷേ ഒരു ആരാധകൻ എന്ന നിലയിൽ കേളി ശൈലി കൊണ്ട് ആനന്ദത്തിൻ്റെ പരകോടി അനുഭവിപ്പിച്ച ആ സംതൃപ്തിയെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് അറിയേണ്ടത് ഒറ്റ കാര്യം മാത്രമാണ്. ഒരിക്കൽ കൂടി ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സിയിൽ നിങ്ങളെ ദർശിക്കാൻ സാധിക്കുമോ? ഒരിക്കൽ കൂടി പന്ത് നിൻ്റെ കാലുകളിലേക്ക് എത്തുമ്പോൾ ഇന്നോളം അനുഭവിച്ച നിത്യതയ്ക്ക് വീണ്ടും ഒരവസരം ഒരുങ്ങുമോ? ഒരിക്കൽ കൂടി ഒരു മുഴുവൻ പ്രതിരോധ നിരയെ മറികടന്ന് നീ ചിരിച്ചുകൊണ്ട് നടക്കുന്നത് കാണുവാൻ സാധിക്കുമോ? 2030 എന്ന സംഖ്യ എനിക്കൊരു ലോകകപ്പ് മാത്രമല്ല, അത് ഇനിയും അവസാനിച്ചിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു കഥയുടെ അടുത്ത അധ്യായം കൂടിയാണ്. നീ മടങ്ങി വരണമെന്നത് ഒരു കിരീടത്തിന് വേണ്ടിയാവണമെന്നില്ല. കാൽപന്തിൻ്റെ ചരിത്ര താളുകളിൽ ഇനിയും നിൻ്റെ ആനന്ദ നൃത്തത്തിൻ്റെ ഒപ്പ് പതിയാത്ത കുറച്ച് പേജുകൾ കൂടി ബാക്കിയുണ്ടെന്ന് ഞങ്ങളിന്നും വിശ്വസിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും വിരമിക്കണമെന്ന് നീ തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കും. പക്ഷേ അതുവരെ ഒരു നെയ്മർ ആരാധകൻ എന്ന നിലയിൽ എൻ്റെ പ്രതീക്ഷ അവസാനിക്കുകയില്ല. കാരണം ചില കളിക്കാരെ നമ്മൾ സ്നേഹിക്കുന്നത് അവർ എത്ര ജയിച്ചു എന്നത് കണ്ടല്ല, അവർ കളിച്ച ഓരോ നിമിഷവും ഫുട്ബോൾ എന്ന കളിയെ വീണ്ടും വീണ്ടും പ്രണയിക്കാൻ നമ്മളെ പഠിപ്പിച്ചതുകൊണ്ടാണ്. അതവസാനിച്ചുവെന്ന് എൻ്റെ മനസ്സും ഇനിയും വിശ്വസിക്കുന്നില്ല. പല കഥകളും ഞാൻ കേൾക്കുന്നുണ്ട്, സത്യമാണോ അല്ലയോ എന്ന് പോലും അറിയില്ല. പക്ഷേ 2030 ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സിയിലേക്ക് ആകാംക്ഷ അണയാതെ ഞാൻ നോക്കിക്കൊണ്ടേയിരിക്കും. അവിടെ നിൻ്റെ പേര് വീണ്ടും എഴുതപ്പെടുമെന്ന പ്രതീക്ഷയോടെ. കമോൺ ചാമ്പ്യൻ, വിധിയോടും പരിക്കിനോടും പൊരുതി ഒരിക്കൽ കൂടി ആ പഴയ സുൽത്താനായി അവതരിക്കുക. അതിനുള്ള ആയുസ് നിന്നിൽ ഇനിയും ബാക്കിയുണ്ട്.